നമസ്കാരം. ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വലിച്ചിട്ടാതെ എംബാപ്പയുടെ കാര്യത്തിലോട്ട് കടന്നേക്കാം. കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡുമായിട്ട് കോൺട്രാക്റ്റ് അഗ്രി ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കേൾക്കുകയുണ്ടായി. ആദ്യമേ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അഥവാ ഈ കാര്യം പറയുന്നത് ആരാണെന്ന് വെച്ചാൽ സാൻഡി അവോന എന്ന് പറയുന്ന ഫുഡ് മെർക്കാട്ടോയുടെയൊക്കെ ജേർണലിസ്റ്റാണ്. ഈ സാൻഡി അവോനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആൾ അത്ര റിലയബിൾ ഒന്നുമല്ല. ആൾ കുറേ തട്ടി വിടാറുണ്ട്. ആൾ ലാസ്റ്റ് സീസണിലാണെങ്കിലും ഇതിന് മുമ്പത്തൊക്കെ ആണെങ്കിലും ചുമ്മാ കുറേ കണ്ണും പൂട്ടി വിടാറുണ്ട്. അദ്ദേഹത്തിന് ട്വിറ്ററിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, എക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ 250K അടുത്തോളം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം കുറേ ന്യൂസുകൾ സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. നമുക്കിത് ചാടിക്കയറി ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ന്യൂസ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ടൈം സ്പോർട്സ് ഉണ്ടല്ലോ, UK ബേസ്ഡ്, അവരാണെങ്കിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതായത് എംബാപ്പെ ഹാപ്പി അല്ല എന്നുള്ള രീതിയിൽ, അതായത് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് ഒരു ടൈം സ്പാൻ കൊടുത്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ജാനുവരി വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസിഷൻ അറിയിക്കണം, അതായത് ഒരു പ്രീ കോൺട്രാക്റ്റ് അഗ്രി ചെയ്യണം എന്നുള്ള രീതിയിൽ റയൽ മാഡ്രിഡ് ഡിമാൻഡ് വെച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് പല റിലയബിളായ ജേർണലിസ്റ്റുകളും റിലയബിളായ മീഡിയാസും കൺഫേം ചെയ്തിട്ടുണ്ട്. അതൊരു ഫാക്റ്റാണ്. നമുക്ക് നോക്കുമ്പോൾ അത് സത്യമാണ്. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. റയൽ മാഡ്രിഡിനൊക്കെ അതിനെ 3 വർഷമായിട്ടിട്ട് വലിപ്പിക്കുന്ന ഒരു കാലമാണ്. അവർക്ക് സമ്മർ കിടന്ന് ഇനിയും വലിക്കാൻ കടന്ന് ഓടാൻ സമയമില്ല, അഥവാ ആഗ്രഹമില്ല. അതിനാൽ തന്നെ മേ ബി ജാനുവരി ഡീൽ കൺഫേം ആക്കാനായിട്ട് നീങ്ങിയെന്ന് വരാം. പക്ഷേ എംബാപ്പെ അതിൽ ഹാപ്പി അല്ല എന്നാണ് കേൾക്കുന്നത്. എംബാപ്പയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം അദ്ദേഹം ഒരു പ്രീ കോൺട്രാക്റ്റോ അതോ ഒരു ഡീലിലോ റയൽ മാഡ്രിഡിൽ അഗ്രി ചെയ്താൽ അദ്ദേഹമാണെങ്കിൽ PSG പിന്നെ അടുത്ത 6 മാസം കളിക്കേണ്ടതാണ്. ഫാൻസിൻ്റെ ഒരു ബാഷിംഗ് ആണ്. കൂടാതെ PSG അതോറിറ്റീസും പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്ത് കാണും. കാരണം PSG ഒരു ആയി നിൽക്കുമ്പോൾ ഇപ്പം റയൽ മാഡ്രിഡുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്താൽ അവർക്ക് നാണക്കേടാണ്. കൂടാതെ റയൽ മാഡ്രിഡുമായിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അഥവാ റയൽ മാഡ്രിഡിലോട്ട് നെക്സ്റ്റ് സീസൺ പോവുകയാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ എല്ലാ ഈ ബോണസസ് ഉണ്ടല്ലോ, ലോയൽറ്റി ബോണസുകൾ വിട്ടുകൊടുക്കാൻ റെഡിയാണെന്ന് റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അത് PSG ഒരു ആശ്വാസ വാർത്തയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സാൻഡി അവോനയുടെ റിപ്പോർട്ടുകൾ വായിക്കുമ്പം അദ്ദേഹം ഡീൽ അഗ്രി ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ആൾ മേ ബി ഒരു തള്ളിവിട്ടതാവാനായിട്ടുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത്. എംബാപ്പയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം ആളാണെങ്കിൽ ഹാപ്പി അല്ല, ആൾക്ക് ഇത്രയും പ്രഷറുണ്ട്. ആൾ ഇത്രയും ചാടിക്കയറി ഇപ്പം സൈൻ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ടൈം സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും അതേ ഒരു ഡിസിഷനിലോട്ട് എത്തും. കൂടാതെ പ്രീമിയർ ലീഗിലോട്ട് നീങ്ങാനായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നാണ്. സമ്മറിൽ അറിയാം മേ ബി അദ്ദേഹത്തിന് കൂടുതൽ ഓഫേഴ്സുമായിട്ട് മറ്റ് ക്ലബ്ബുകൾ വരാം. റയൽ മാഡ്രിഡ് ഓഫറാണ് ഏറ്റവും മുൻപന്തിയിലുള്ളതെന്ന് പറയാനും റിപ്പോർട്ടുകൾ പ്രകാരം റയൽ മാഡ്രിഡ് ഓഫർ ചെയ്യുന്നത് 130 മില്യൻ്റെ സൈനിങ് ഓൺ ബോണസ്, കൂടാതെ 26 മില്യൺ നെറ്റ് സാലറി, അതായത് ടാക്സിന് ശേഷം ഓൾമോസ്റ്റ് 50 മില്യൺ അടുത്ത് മേ ബി സാലറി വരുമായിരിക്കും. ടാക്സ് ഡിഡക്ട് ചെയ്ത് 26 മില്യൺ യൂറോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടത്തക്ക രീതിയിലുള്ള സാലറിയാണ് റയൽ മാഡ്രിഡ് ഓഫർ ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. കൂടാതെ ഇമേജ് റൈറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ ഇമേജ് റൈറ്റ്സ് നല്ല പെർസെൻറ്റേജ് പ്ലെയറിന് കിട്ടണം, അതായത് തനിക്ക് കിട്ടണം എന്നുള്ള ഡിമാൻഡുള്ള പ്ലെയറാണ്. ആ കാര്യത്തിലും മേ ബി എന്തൊക്കെയോ ഡീലുണ്ടെന്ന് പറയുന്നു. കൂടുതൽ പെർസെൻറ്റേജ് എംബാപ്പയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ. കൂടാതെ മറ്റ് പല ബെനിഫിറ്റ്സും ഓഫർ ചെയ്തിട്ടുണ്ട് റയൽ മാഡ്രിഡ്. അപ്പം ഈ പ്രീമിയർ ലീഗിലോട്ട് നീങ്ങാനായിട്ടും കിലിയൻ എംബാപ്പയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലിവർപൂൾ ആണ്, റയൽ മാഡ്രിഡ് ഡീൽ നടന്നില്ലെങ്കിൽ ലിവർപൂൾ ആണ് ഏറ്റവും ചാൻസ് ഈ നീങ്ങാനായിട്ടെന്നാണ് പറഞ്ഞത്. ജൂലിയൻ ലോറൻസ് എന്ന് പറയുന്ന നമുക്കറിയാം ESPN കറസ്പോണ്ടൻറ്റ്, കൂടാതെ അദ്ദേഹം PSG ബേസ്ഡ് റിപ്പോർട്ട്സിനെ PSG ബേസ്ഡ് ന്യൂസിൻ്റെ കാര്യത്തിലും കിലിയൻ എംബാപ്പയൊക്കെ ആയിട്ട് അത്യാവശ്യം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആൾ പറഞ്ഞത് ലിവർപൂളിനെ എംബാപ്പെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. എന്തെങ്കിലും കാരണവശാൽ റയൽ മാഡ്രിഡ് ഡീൽ ബ്ലോക്ക് ആയാലും ലിവർപൂളിന് നല്ല ചാൻസ് ഉണ്ട്. കാരണം കിലിയൻ എംബാപ്പയുടെ നെക്സ്റ്റ് പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ആഫ്റ്റർ റയൽ മാഡ്രിഡ് ലിവർപൂൾ ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആൾ പ്രീമിയർ ലീഗ് മൂവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവർക്ക് കിട്ടിയ ന്യൂസ് എന്നുള്ള രീതിയിൽ ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഡീൽ അഗ്രി ചെയ്തു, പ്രീ കോൺട്രാക്റ്റിൽ എത്തി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഐ തിങ്ക് സമ്മറെ നമുക്ക് വീണ്ടും ഒരു സാഹ കാണാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വേറൊരു ജേർണലിസ്റ്റുകൾ അത് ഏറ്റുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പിന്നീട് നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് എംബാപ്പയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അവൾക്ക് ഇനിയും കടന്ന് സർക്കസ് കളിക്കാൻ വയ്യെന്നായിരിക്കും. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ മുന്നേറുമെന്ന്. അവിടെ നിന്ന് നേരെ നമ്മൾ ബ്രസീലിൻ്റെ പുതിയ കോച്ചിനെ കുറിച്ചുള്ള അപ്പോയിൻമെൻറ്റ് ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിൽ വളരെ എന്താ പറയുക ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് വന്നിരുന്നില്ല. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇൻ്ററിം കോച്ചായിട്ടാണ് അവർ വരുത്തത്.
കൂടാതെ നമുക്കറിയാം കാർലോ ആൻസലോട്ടി വരാനായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. കാർലോ ആൻസലോട്ടി നെക്സ്റ്റ് 2024 അദ്ദേഹം കോൺട്രാക്ട് റയൽ മാഡ്രിഡുമായിട്ട് തീരുമ്പോൾ വരുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ കോൺട്രാക്ട് റയൽ മാഡ്രിഡോട് എക്സ്റ്റെൻഡ് ചെയ്തു. സോ അതിനകത്ത് തന്നെ ബ്രസീൽ നാഷണൽ ടീമിന് ഒരു കോച്ചിനെ വേണം. സോ ഫെർണാണ്ടോ ഡിനിസ് ഫ്ലുമിനീസിയുടെ കോച്ചായ ഫെർണാണ്ടോ ഡിനിസിൽ അവർക്കൊരു വിശ്വാസം പോരാ, കൂടാതെ മുന്നോട്ട് പോകുന്നത് ശരിയുമല്ല. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സുകളെല്ലാം പ്രകാരം ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് ഡോറിവൽ ജൂനിയർ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ലേറ്റസ്റ്റ് ജോബ് ഏതാണെന്ന് ചോദിച്ചാൽ സാവോ പോളോയുടെ കോച്ചായിരുന്നു. സോ സാവോ പോളോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പ ഡോ ബ്രസീൽ ഈ സീസൺ ജയിച്ചൊരു കോച്ചാണ് 2023 സീസണിൽ. അതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലമങ്കോയുടെ കോച്ചായിരുന്നു. അവിടെ അദ്ദേഹം കോപ്പ ലിബർട്ടോസ് നേടിയിട്ടുണ്ടായി. അതാണ് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് എസ് എ കോച്ച്. കൂടാതെ അവിടെയും പുള്ളി കോപ്പ ഡോ ബ്രസീൽ നേടിയിട്ടുണ്ടായി. അപ്പം അദ്ദേഹത്തിന് 22 വർഷത്തെ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 2001 അദ്ദേഹം ചേർന്നത്. അദ്ദേഹം വമ്പൻ ക്ലബ്ബുകളെ, അതായത് ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളെ എല്ലാം പരിശീലിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ 0 എക്സ്പീരിയൻസ്, ഓൾറെഡി സൗത്ത് അമേരിക്കൻ എക്സ്പീരിയൻസ്. സാൻഡോസ്, ഫ്ലുമിനീസ്, ഫമങ്കോ, വാസ്കോ ഡ ഗാമ, സാവോ പൗളോ, പൽമേറസ്, അവിടെ എല്ലാം അദ്ദേഹം കളിപ്പിച്ചിട്ടുണ്ട്, കോച്ചായിട്ട് നിന്നിട്ടുണ്ട്. സോ അദ്ദേഹം ഇതുവരെ ബ്രസീലിയൻ സിറിയ, അതായത് ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് ഇതുവരെ അടിച്ചിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ കരിയർ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 596 മാച്ചസോളം അദ്ദേഹം കോച്ച് ആസ് എ കോച്ച്. അത് 279 മാച്ചസ് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ആസ് എ കോച്ച്. 47% ആണ് അദ്ദേഹത്തിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ്. സോ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു 4-2-3-1 സ്റ്റൈൽ ഓഫ് പ്ലേയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫറബിൾ സിസ്റ്റം, അതോ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് കംഫർട്ടബിൾ സിസ്റ്റം. സോ പൊസിഷൻ കീപ്പ് ചെയ്ത് നല്ല അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. സോ ഈ ഡൊറിവൽ ജൂനിയറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മുമ്പ് നെയ്മറിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നെയ്മർ വന്ന സമയത്ത് 2010 ആ ഒരു ടൈമിലൊക്കെ സാൻഡോസിൻ്റെ കോച്ചായിരുന്നു. അപ്പം ഇദ്ദേഹത്തെ ഇപ്പം ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ വരും. സോ CBF ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീൽ എങ്ങനെ മുന്നേറുമെന്ന് കണ്ടു നോക്കണം. സോ ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റത്തില്ല, കാരണം എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്. ബ്രസീൽ ഡിവിഷനെ കുറിച്ചും ബ്രസീലിലുള്ള ടാലൻസിനെ കുറിച്ചും ബ്രസീൽ സ്റ്റൈൽ ഓഫ് പ്ലേനെ കുറിച്ചും ഒക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു കോച്ചാണ്. അതിനാൽ തന്നെ ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി എ ബാഡ് അപ്പോയിൻമെൻറ്റ്. എക്സ്പീരിയൻസും ഉണ്ട്. സോ പിച്ചിൽ അദ്ദേഹത്തിൻ്റെ അണ്ടർ ബ്രസീൽ അങ്ങനെ കളിക്കുമെന്ന് കണ്ടു നോക്കിയിട്ടേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ സാവോ പോളോയുടെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഫ്ലമങ്കോയുടെ ആണെങ്കിലും ടീമിൻ്റെ കളികളൊക്കെ ഒന്നും കുത്തിയിരുന്ന് കാണാത്തതുകൊണ്ട് എക്സാക്ട്ലി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്നും പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും അറ്റാക്കിംഗ് ഗെയിം, പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുക. സോ ഇദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൽ ഇതേ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്നു. വമ്പൻ പ്ലെയറൊന്നുമല്ല, യൂറോപ്പിലൊന്നും കളിച്ചിട്ടില്ല. അത് പൽമേരിസിലൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി മാച്ചൊന്നും കളിച്ചിട്ടില്ല. സോ കോച്ചിങ് കരിയറിൽ ബ്രസീലിൽ വളരെ അറിയപ്പെടുന്ന ഒരു താരമാണ്. സോ അറിയപ്പെടുന്ന ഒരു കോച്ചാണ്. അതായത് അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ബ്രസീൽ ആ ഒരു ലീഗിലും ആ ഒരു സൗത്ത് അമേരിക്കൻ മൊത്തം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പേര് കേട്ട, അത്യാവശ്യം റെസ്പെക്റ്റഡ് ആയ ഒരു കോച്ചാണ്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്താണ് ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.